ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. എന്നത്തെയും പോലെ ഇന്നും മറ്റൊരു വിഷയവുമായാണ് ഞാൻ ഇവിടെ പോഡ്കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളുടെയും വിചാരം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡെത്ത് ബെനിഫിറ്റിന് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡിലും പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് പല ആളുകളായിട്ട് ഇപ്പോഴും സംസാരിക്കുമ്പോൾ പലർക്കും എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മളെ ലൈഫ് ഇൻഷുറൻസ് എന്തിനെല്ലാം ഉപയോഗിക്കാമെന്നുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച് നടന്നു തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കുട്ടികളെക്കുറിച്ച് വളരെയധികം സ്വപ്നങ്ങളുണ്ട് അല്ലേ? കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ്, അവർ സെറ്റിലാവുന്നത്, ഇങ്ങനെ പല സ്വപ്നങ്ങളും നമ്മൾ മാതാപിതാക്കളുമുണ്ട്. നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെക്കുന്നത്? ഒരു കുട്ടിയെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ എന്നാൽ പല കണക്കുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു. ഇന്ന് നമുക്ക് പല സ്വപ്നങ്ങളാണ്. നമ്മുടെ കുട്ടിയെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടറാക്കണം, MBAക്ക് വിടണം, അങ്ങനെ. പക്ഷെ കുട്ടിയുടെ ആഗ്രഹം എന്തായിരിക്കും നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ഇംഗത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടിയെ ഒരു ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലിക്ക് വിടാം. പക്ഷെ ആ കുട്ടികൾ പഠിച്ചു വരുമ്പോഴായിരിക്കും അവരുടെ അന്നത്തെ ഒരു സാഹചര്യവും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അറിവുകളും ഒക്കെ വെച്ചിട്ട് അവർക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പഠിക്കാനൊക്കെ പോകാനുള്ള ഉത്സാഹവും അതിനുള്ള സാമർഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് തടയാൻ കഴിയില്ല. അപ്പം നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ വഴിയിലേക്ക് കൂടി സഞ്ചരിക്കാൻ അനുവദിക്കുക എന്നുള്ളത് ഒരു പാരൻറ്റിൻ്റെ കടമയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട സാമ്പത്തികം കൂടെ കരുതേണ്ടതുണ്ട്. ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു 20-22 വയസ്സിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് അതിനിഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകാനുള്ള ഒരു ഫണ്ട് നമുക്ക് രൂപീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നേരത്തെ തന്നെ തുടങ്ങി വെക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഫണ്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ കുട്ടി ഒരു 20 വയസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വർഷം ഹയർ സ്റ്റഡീസിന് വിടണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഇൻഷുറൻസിലേക്കോ ഒരു സേവിങ്സിനോ പോയാൽ നമുക്കൊന്നും തന്നെ നടക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ പ്ലാനിങ്ങും, അടുത്തത് എന്ത്, ഇത്ര സമയത്ത് എന്ത്, അങ്ങനെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെ പഠനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി അതിന് വേണ്ട പ്ലാൻ തയ്യാറാക്കി അന്നേ മുതൽ നമ്മൾ കുറേശ്ശെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ഒരു കുട്ടി ഇപ്പോൾ ജനിച്ചപ്പോൾ തന്നെ ചെയ്യാൻ പറ്റിയില്ലാത്ത പാരൻസ് ഉണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് വിഷമിക്കേണ്ട. ഒരു 10 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അതിനുള്ള ഒരു ടൈമൊക്കെ കിട്ടും. അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇനി 10ന് മുകളിലുള്ള കുട്ടികളാണുള്ളത്, നമ്മളൊന്നും ചെയ്തു വച്ചില്ലല്ലോ കുട്ടിക്ക് ഓർത്തിട്ട് ഒരു പാരൻറ്റും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോഴെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ പ്രീമിയത്തിലോ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു എമൗണ്ടിലോ സേവ് ചെയ്യാൻ തുടങ്ങേണ്ട ഒരു ഇതിന് പകരം നമ്മൾ കുറച്ച് കൂടുതൽ സേവ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ അതിന് തയ്യാറായിട്ട് നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ്. നാളെ മറ്റുള്ളവരോട് മുന്നിൽ കൈ നീട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്നേ നമ്മൾ അതിന് വേണ്ടി കുറച്ചൊന്ന് നമ്മുടെ എക്സ്പെൻസും ഇൻകം ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ചധികം, അതായത് ഒരു 10 വയസ്സിന് മേലെയായി കുട്ടിയെങ്കിൽ കുറച്ച് നാളാണ് നമുക്ക് ആ സേവ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സേവിങ്സ് കുറച്ച് കൂട്ടി വെച്ചാൽ നമുക്ക് ആ ഒരു ഫണ്ടിലേക്ക് എത്താൻ സാധിക്കും. അല്ലാത്ത ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ ജനിച്ചിട്ടേ ഉള്ളുവെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ സേവിങ്സിലൂടെ നമുക്ക് ആ ഒരു ഫണ്ടിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച്, സാമ്പത്തികം അനുസരിച്ചിട്ട് ഇനി എത്ര കാലം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.